വെൽക്കം ടു ട്രൈഗുഡ്. നമുക്ക് ഈ വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയ അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നോക്കാം. കഴിഞ്ഞ ആഴ്ച വീക്കിലി അനാലിസിസ് നടത്തുമ്പോൾ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റ് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി സപ്പോർട്ട് എടുത്ത് തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈയിനെയും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ടൈം ഹൈയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടാർഗറ്റ് ഏറെക്കുറെ പറഞ്ഞ 2980 വരെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ഒന്നാമത്തെ കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിൽ കഴിഞ്ഞ ആഴ്ച അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലാസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായി നമ്മൾ റിസ്ക് റിവാർഡ് ടൂളൊക്കെ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് കൃത്യമായി തന്നെ താഴോട്ടേക്ക് ആ ഒരു ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ഏരിയയിലേക്ക്. അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയ അനാലിസിസിൽ വേഗം പറഞ്ഞ രണ്ട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ അനാലിസിസിലേക്ക് പോവാം. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ അനാലിസിസ് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു വീക്കിലി സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു വീക്കിലി സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഇംബാലൻസിൽ നിന്നാണ്. അതുപോലെ തന്നെ മുകളിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും പ്രത്യേകത നോക്കിയാൽ കാണാം 1-2 തവണ ഈ ഏരിയയിൽ വന്നിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത്. അപ്പൊ ഈ ഒരു ഏരിയനെ വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നും മാർക്ക് ചെയ്യാനില്ല. സപ്പോർട്ടുകളാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഉണ്ട്. അവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഈ ഒരു ഏരിയനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ഡേ ചാർട്ടിലോട്ട് പോവാം. 1 ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഫ്രൈഡേയുടെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം തേഴ്സ്ഡേ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് തന്നിട്ട് ഒരു സോണിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഫ്രൈഡേ മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എവിടം വരെ ഇറങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് 1 ഡേയിൽ മാർക്ക് ചെയ്തിടാം. 1 ഡേയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് തന്നെയാണ്. ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇംബാലൻസുകൾ ഉണ്ട്. അതിനു മുന്നേ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി നമുക്ക് കാണാം. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 1 ഡേയിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാതെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്കും ചെയ്തിട്ടില്ല. ഇതിന്റെ താഴെയാണ് ഇംബാലൻസ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഇതിന്റെ താഴെയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു ലോയിനെ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു അടയാളം എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ അതൊരു സപ്പോർട്ടായി ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിനല്ല. അപ്പൊ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ 4 അവറിൽ മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിലൊക്കെയാണ്. ഇവിടേക്ക് മാർക്കറ്റ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല. എന്നിരുന്നാലും ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടി ഉണ്ട്. അതിനെയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി 1 അവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു വീക്ക് ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ വീക്ക് ഹൈ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് വീക്ക് ഹൈനെ മാർക്ക് ചെയ്തിടുന്നത്. അതൊരു പക്ഷെ വലിയ റെസിസ്റ്റൻസ് ഒന്നും ആവണമെന്നില്ല. എനിവേ നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടുമെന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 അവറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ഇൻസൈഡ് സ്ട്രക്ചറാണ് ഇപ്പൊ നിൽക്കുന്നത് മാർക്കറ്റിന് മുകളിലോട്ട് പോകാനോ താഴോട്ടേക്ക് പോകാനോ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിന്റെ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്കോ മുകളിലോട്ടോ ഒന്ന് കുറച്ച് വരാനുള്ള അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോകാനോ അല്ലെങ്കിൽ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ എൻട്രി തന്നെയാണ്. അപ്പൊ ബൈ എൻട്രി നോക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ ആദ്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്
ഈ ഒരു ഏരിയയിൽ ഈ ഇംബാലൻസിൽ നിന്ന് നല്ലൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന യെല്ലോ കളറിന്റെ മുകളിലേക്ക് നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേണോ കിട്ടുകയാണെങ്കിൽ ഈ യെല്ലോ ലൈനിലേക്ക് വീണ്ടും വരുന്ന റീടെസ്റ്റിൽ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഓൾ ടൈം ഹൈ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ഹൈ തന്നെയായിരിക്കും ടാർഗറ്റ്. അതിന്റെ മുകളിലോട്ടും കയറി പോകും, അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ഇറങ്ങി ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. നല്ലൊരു കൺഫർമേഷൻ, നല്ല സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് തരുന്ന സമയത്ത്, പ്രത്യേകിച്ചും എസ്പെഷ്യലി യെല്ലോ ലൈനിന്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും പറഞ്ഞ പോലെ തന്നെ ബൈ ചാൻസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് യെല്ലോ ലൈൻ വരെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ നല്ല ഡീപ്പ് പുൾ ബാക്ക് എടുക്കാനും സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിലേക്ക് ഒരുപക്ഷെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് യെല്ലോ ലൈനിന്റെ മുകളിലേക്ക് ബൈ എന്ന് പറയുന്നത്. ഇനി അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിബനാച്ചി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പുൾ ബാക്ക് വരാൻ സാധ്യതയുള്ള ഏരിയ എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഗോൾഡൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഏരിയ ഉണ്ടായിരുന്നു. ഒന്ന് 0.05 വരെ വന്നിട്ടുള്ള മൂവ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത്, ഈ ഒരു മൂവ്മെന്റ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് 0.618 വരെയുള്ള മൂവ്മെന്റ് ആണ് രണ്ടാമത് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ യെല്ലോ ലൈനിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി ഉണ്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഗോൾഡൻ സോൺ അതായത് 618 ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഓൾ ടൈം ഹൈ ആയിരുന്നു ഈ ബ്ലാക്ക് ലൈൻ എന്നുള്ളത്. ആ ബ്ലാക്ക് ലൈനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ഇത് സപ്പോർട്ട് എടുക്കാം. കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി 786 സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ പറഞ്ഞ ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് ലൈനിലേക്ക് വരുന്ന റീടെസ്റ്റ്, അതായത് മുകളിൽ പോയിട്ട് വീണ്ടും വരുന്ന റീടെസ്റ്റിൽ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാം. അതും ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ വെക്കാം. ഓൾ ടൈം ഹൈയിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നോക്കേണ്ട. ഒരുപക്ഷെ ഈ യെല്ലോ ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കളിച്ചിട്ടായിരിക്കും മുകളിലോട്ട് പോവുക. അപ്പൊ ഇങ്ങനെയാണ് ഈ അടുത്ത ആഴ്ചയിൽ വരുന്ന 3 ബൈ എൻട്രീസും അതുപോലെ സെൽ എൻട്രീസും. സെൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ഇതിന് താഴേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ സെൽ എൻട്രീസ് എടുക്കാൻ പാടുള്ളൂ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട്, ഒരു നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടും. അതിനെ തന്നെ ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത, എൻഗൾഫിംഗ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് വീക്ക് ആയിട്ടുള്ള റീടെസ്റ്റ് ആണ് യെല്ലോ ലൈനിലേക്ക് വരുന്നത് എന്നുള്ള ഉറപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ താഴോട്ടേക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടുള്ളൂ. 618 അല്ലെങ്കിൽ 786 ഒക്കെയാണ് ടാർഗറ്റ് വരേണ്ടത്. ഓരോ തവണ ഈ പ്രധാനപ്പെട്ട ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഇത്രയാണ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നോട്ട് ചെയ്തിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീക്ക്ലി അനാലിസിസിൽ പ്രകാരം എന്തെങ്കിലും ആക്ഷൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രേഡോ മറ്റോ കാര്യങ്ങളോ എടുത്തിട്ട് സക്സസ്ഫുള്ളോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രചോദനമായിട്ട് എന്നും നിലനിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.